താഴെ വരണം. സൂപ്പറായിട്ട് ഈ നാഷണൽ ഡേൻ്റെ ഇതായിട്ട് അവിടെ ഷെയ്ക്കിൻ്റെ ഇതെല്ലാം വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ആർട്ടിസ്റ്റ് ഇതെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുടകളെല്ലാം ഇങ്ങനെ UAE ഫ്ലാഗിൻ്റെ ഇതിലെല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയായിരുന്നു. പിന്നെ അതിൻ്റെ മൊത്തം സെറ്റപ്പ്, ഈ കോഫി ഷോപ്പിൻ്റെ മൊത്തം സെറ്റപ്പും അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടോപ്പിലെത്തി. ടോപ്പിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു. കാരണം ഈ നാഷണൽ ഡേ ലൈറ്റിങ്ങും അറേഞ്ച്മെൻറ്റും റോഡിൽ എല്ലാം കൂടി നല്ല മലയുടെ ആ ഒരു സൗന്ദര്യമൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ സൂപ്പറായിട്ടുണ്ടാകും വ്യൂ. നമ്മളിങ്ങനെ ആ ചുറ്റും കുറച്ച് നേരം നടന്ന് കൂടെ സ്പെൻഡ് ചെയ്ത്, ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണല്ലോ, അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നേരെ പോന്നപ്പോഴാണ് ഇവിടെ ആ ഫംഗ്ഷനുള്ള സംഭവം. ഞങ്ങൾ വണ്ടിയിട്ട് കുറച്ച് മാറിയിട്ടാണ് കോർണിഷ് ചെയ്യുന്നത്. അപ്പോൾ നടന്നു കയറ്റി വണ്ടി അവിടെ തന്നെ ഇട്ട് കയറി നടന്ന് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ കുറച്ച് സൂക്ക് പോലെയും പിന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരമൊക്കെ. അങ്ങനെ നമ്മൾ സൂക്കിലൂടെ എല്ലാം നടന്ന് ഇങ്ങനെ നേരെ വരുമ്പോഴാണ് ഇവിടെ കാർ ഷോ കണ്ടത്. ക്ലാസിക്കൽ കാറുകളുടെ കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാഴ്ചകളൊക്കെ എല്ലാവരും കാണാം, നല്ല ഭംഗിയായിരുന്നു.
അങ്ങനെയാണ് നമ്മളത് കഴിഞ്ഞ് നേരെ ഇവിടേക്ക് വന്നത്. ഇവിടെ വാട്ടർഫോൾസ് ആണുള്ളത്, മാൻമെയ്ഡ് വാട്ടർഫോൾസ് ആണിത്. ഇപ്പോൾ അടുത്തിടെ ഓപ്പൺ ആയ ഒരു അട്രാക്ഷനാണ് ഖോർഫഖാനിലെ. ഖോർഫഖാൻ ബീച്ചിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നടന്നിങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കാണാൻ പറ്റും. അങ്ങോട്ട് അറ്റത്തേക്ക് എത്തണ്ട, മിഡിലായിട്ട് ഈ ബീച്ചിൻ്റെ സൈഡിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ ആംഫി തിയേറ്ററുണ്ട് ഖോർഫഖാൻ്റെ. ഇവിടെ ഈ ഫംഗ്ഷനുകളെല്ലാം നടക്കുന്നുണ്ട്. ഈ രതികളുടെ ഫംഗ്ഷൻസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവിടെ നാഷണൽ ഡേ ഹോളിഡേയ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്